ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സും ടീമും കാണും. അവരോട് വർക്ക് ചെയ്യണം നമുക്ക് എപ്പോഴും ആഗ്രഹം കാണും. അങ്ങനെ ഒരാളാണ് രാഹുൽ സുമേഷ്. അവരുടെ ടീം മൊത്തം ബോൾഡായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആയിരുന്നില്ല. അത് നമ്മളെങ്ങനെ ഓണസ്റ്റ് ആയിട്ട് നമുക്കത് കാണിക്കാൻ പറ്റും. അപ്പം ആ കെമിസ്ട്രി വർക്ക് ആവണം, കാണുന്നവർക്ക് വർക്ക് ആവണം. അതാണല്ലോ ആ സീനിന്റെ ഉദ്ദേശം. ഒരു രാഹുൽ സദാശിവൻ മൂവിയുടെ സെറ്റ് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു മൂഡ് എങ്ങനെയായിരിക്കും? മൂഡ് ക്രീപ്പിയാണ്. ടിക്കി ടാക്കയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഭയങ്കര അത് ഒത്തിരി പേരുണ്ട്. നല്ല വലിയൊരു ഫിലിമാണ്, വലിയൊരു കാസ്റ്റാണ്. DZRയുടെ വിശേഷങ്ങളുമായി അതുല്യ ചന്ദ്രയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. DZRയിലേക്ക് വരുന്നതിന് മുമ്പ് അതുല്യ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാതെ. ഒരു മോഡലാണ്, അഡ്വക്കേറ്റാണ്, നടിയും കൂടിയാണ്. ഈ മേഖലകളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? ഇതിൻ്റെ ഒപ്പം എങ്ങനെ ഒരു മോഡലിങ്ങിൻ്റെയും വക്കീൽ പണിയുടെ ഇടയിൽ എങ്ങനെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്നത്? ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഫിലിം തന്നെയാണ്. കഴിഞ്ഞൊരു 6-7 years ആയിട്ട്. പഠിച്ചത് ലോ ആണ്. LLB ഓണേഴ്സ് 12th കഴിഞ്ഞുള്ളൊരു 5-year കോഴ്സ് ഉണ്ട്, അതാ ചെയ്തത്. ഞാൻ പഠിച്ചത് ഹരിയാനയിലാണ്. അപ്പോൾ അവിടെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചണ്ഡീഗഡ് ഹൈക്കോർട്ടും ഡൽഹി ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിലും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പിനായിട്ട് രാംബിളസ് ആൻഡ് ഓഫീസിൽ ജോയിൻ ചെയ്തു. അപ്പം അപ്പം തൊട്ട് ഞാൻ ഓഫീസിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻറോൾ ചെയ്തു. അപ്പോഴാണ് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫിലിമിന്റെ അതിൻ്റെയൊക്കെ ഓഫേഴ്സ് വരാൻ തുടങ്ങി. ആദ്യം ഞാൻ ചെയ്യുന്നത് കേരള ടൂറിസത്തിന്റെ ആഡാണ്. ആഡാണ് ആദ്യം വരുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം എന്നുള്ള രീതി. ആദ്യം ആക്ച്വലി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഫിലിമിന്റെ ഒക്കെ, പിന്നെ ആഡിന്റെ ഒക്കെ ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പഠിത്തം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു വീട്ടിലും. ഈ വക്കീൽ ജോലി അത് ഭയങ്കര, അല്ലെങ്കിൽ ആ പ്രൊഫഷനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ LLB ചെയ്തത്. സീരിയസ് ആണോ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ? അതുല്യ ഭയങ്കര സീരിയസ് ആണോ? അഡ്വക്കേറ്റ് അതുല്യ അങ്ങനല്ല, ഞാൻ എന്റെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പത്തേക്ക് ഞാൻ ഫിലിംസ് ഒക്കെ ആയിട്ട് ആഡ് കഴിഞ്ഞിട്ട് നേരെ സിനിമയിലേക്കാണ്. ആഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ ആഡ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. കേരള ടൂറിസത്തിന്റെ ആഡായിരുന്നു. പിന്നെ ഞാൻ തനിഷ്കിന്റെ ആഡൊക്കെ ചെയ്തു. അപ്പത്തേക്കിനും എനിക്ക് ഞാൻ ഫസ്റ്റ് ചെയ്ത പടം മത്തു അതില തെലുങ്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗാനഗന്ധർവം വരുന്നത്. അത് കഴിഞ്ഞാണ് ഗാനാന്തരം ചെയ്തത്. ഷൂട്ട് മത്തു അല്ലറയുടെ കഴിഞ്ഞിട്ട് ഗാനാന്തരം. പക്ഷെ ആദ്യം റിലീസ് ആയത് ഗാനഗന്ധർവനാണ്. ഈ ഗാനഗന്ധർവം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ രമേഷ് പിഷാരടി എന്ന് പറയുന്ന ആള് മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ എടുക്കുന്നു. അതിലേക്ക് ഗാനഗന്ധർവനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവര് ഈ ആഡിൻ ത്രൂ കണ്ടതാണോ അതോ? അല്ലല്ല, അവര് ആ സമയത്ത് ഓഡിഷൻ കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ മമ്മൂട്ടിന്ന് കണ്ടതേ ഉള്ളൂ, വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നേരെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഡിഷന് വിളിച്ചായിരുന്നു. ഓഡിഷന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷാഡി സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 2-3 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതില് വൈഫിന്റെ റോൾ ഏതായാലും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് അഡ്വക്കേറ്റിന്റെ ഈ പറഞ്ഞ ഞാൻ ചെയ്ത സാൻഡ്ര എന്നുള്ള ആ ക്യാരക്ടർ. അപ്പോ ആദ്യം അഡ്വക്കേറ്റിന്റെ റോളാ തന്നത്. നീ അഡ്വക്കേറ്റാ ചെയ്യുന്നു പറഞ്ഞിട്ട്. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അതിലെ സെക്ഷൻസ് ഒക്കെ പറയുന്ന ഒരു സീനാണ്. സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് IPC ഒക്കെ പറയണം. എന്നിട്ടൊരു ചായ ഒക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കണം. ആ പറയുന്നതിന്റെ ഫ്ലോയിൽ നമ്മൾ ഈ ഇതൊക്കെ പറയാന്നുള്ളായിരുന്നു. അപ്പൊ ഞാൻ തെറ്റിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞത് സീസൺഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനാണ് ഇത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. എനിക്കതില് ഞാൻ പ്രോ അല്ല. അപ്പൊ ഞാനത് തെറ്റിച്ചു. അപ്പൊ സാറ് പറഞ്ഞു പിന്നെ മറ്റേ റോളുണ്ട്, അതും കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിന് ഓഡിഷൻ കൊടുത്തു. അത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതാ നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. സമയത്ത് നമ്മൾ ഓഡിഷൻ കൊടുക്കുമ്പോൾ ഏതായാലും എന്നുള്ളതായിരുന്നു. അപ്പൊ അത് പിന്നെ അടുത്ത റൗണ്ട് വിളിച്ചപ്പോഴത്തേക്കും കൺഫേംഡ് ആയി എന്ന് പറഞ്ഞു. ഒരുപാട് സീനുകൾ ഇങ്ങനെ മമ്മൂക്കയുടെ അടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ട്. അപ്പം അത്രയും വലിയ ഒരു കോ ആക്ടറിൽ നിന്ന് എന്താണ് പഠിച്ചത്? എന്തെങ്കിലും അങ്ങനെ ഒരു ടിപ്സോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? പറയാൻ എനിക്ക് മമ്മൂക്ക ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പം പർട്ടിക്കുലറായിട്ട് എനിക്ക് പറയേണ്ട എന്താ നടത്തില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
എപ്പോഴും ക്യൂരിയസ് ആണ്, എപ്പോഴും എന്തെങ്കിലും മനസ്സിലാക്കാൻ നോക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയില്ലെങ്കിൽ ചോദിക്കുവോ. ഇപ്പൊ എന്നോട് തന്നെ എന്തെങ്കിലും ഒരു പ്രാവശ്യം ചോദിക്കും, ഇതെന്താന്ന് അറിയോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹത്തിനും അത് അറിയില്ല എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു. പുള്ളി നെക്സ്റ്റ് ഡേ സെറ്റ് വന്നപ്പോഴത്തേക്കിനും അതെന്താന്ന് എനിക്ക് പറഞ്ഞു തന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം അങ്ങനെ ഒരു സെൻസിബിലിറ്റി ഉള്ള ആളാണ്. പിന്നെ ക്യൂരിയസ് ആണ്. പിന്നെ എല്ലാത്തിനെയും പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യത്തുള്ളായിരിക്കും പൊതുവെ. പക്ഷെ അദ്ദേഹം അങ്ങനല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. അപ്പൊ ഏത് ഏരിയയെ പറ്റി ചോദിച്ചാലും എന്തെങ്കിലും സംസാരിക്കാനുണ്ട്. ഈ തെലുങ്ക് പടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, മധുവടലാര, അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പടമാണ്, ഡിഫറെന്റ് ഒരു ഇൻഡസ്ട്രിയാണ്. ആ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത് മത്തുവടലറയാണ്. അപ്പോ അതിലെങ്ങനെ വിളിച്ചെന്ന് വെച്ചാൽ അതിലൊരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. ഒരു കോർഡിനേറ്റർ ഇങ്ങനെ പറഞ്ഞു അതിൽ കുറച്ച് ആക്ഷൻ സീൻസ് ഉണ്ട്, അപ്പം അതിൽ വേണം. ആ സമയത്ത് ഞാൻ കളരി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രോ ആയിട്ടൊന്നും അല്ല, കുറച്ച് എനിക്ക് മൂവ്മെന്റ്സ് ഒക്കെ പറ്റും. സിനിമയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു ഈ കളരി പഠിത്തം? അല്ല, ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഫിസിക്കലായിട്ടൊരു ആക്ടിവിറ്റി നമുക്ക് വേണമല്ലോ. അപ്പം ജിമ്മിൽ പോകുന്നതിന് പകരം എന്തെങ്കിലും പഠിക്കുന്ന ഒരു സ്കില്ല് പഠിക്കുന്ന എന്തെങ്കിലും ചെയ്യാന്ന് കരുതിയാണ് കളരി ജോയിൻ ചെയ്തത്. അതും വർക്കൗട്ട് ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്കിങ്ങനെ ഒരു കോൾ വന്നു, ഇങ്ങനെ അതിലെല്ലാം കാസ്റ്റ് ന്യൂ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരിങ്ങനെ ഒരാളെ നോക്കുന്നുണ്ട്, ഇച്ചിരി ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പോയി. അവർ ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളതിന് ട്രെയിൻ ചെയ്യാനും ആർട്ടിസ്റ്റിനെയൊക്കെ ട്രെയിൻ ചെയ്യാനും. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്തുള്ള സെറ്റിംഗ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്തതാണ്, സെറ്റാണ്. സെറ്റ് വർക്ക് അവരുടെ ഗംഭീര മെയിൻലി ഇൻഡോർ, അതെല്ലാം സെറ്റ് വർക്ക് ആയിരുന്നു. അപ്പം ആ മെറ്റ് ലാബും അതൊക്കെ കാണിക്കുന്നു. അതെ അതെ, അത് ബ്രേക്കിംഗ് ബാഡ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഡയറക്ടറും ടീമും. പിന്നെ അതുല്യയുടെ ഫിലിമോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രത്നകുമാറിന്റെ കൂടെയുള്ള സിനിമ ഗുലുഗുലു എന്ന് പറയുന്നത് സന്താനത്തിനെ വേറൊരു ലൈറ്റിൽ കാണിച്ച ഒരു പടമാണ്. അപ്പൊ ആ പടത്തിലെ ക്യാരക്ടർ ഇപ്പൊ ഈ പറയുന്ന ഗാനഗന്ധർവനിലെ ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ മത്തുവടലാരയുടെ ക്യാരക്ടറോട്ടോ ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് മെറ്റിൽഡ. അങ്ങനെ ആ സിനിമയും ആ ക്യാരക്ടറും എങ്ങനെയാണ് ഓർക്കുന്നത്? അത് തമിഴില് വർക്ക് ചെയ്യുമ്പോ തന്നെ അത് വേറൊരു ഇൻഡസ്ട്രി ആയി. പിന്നെ അവരുടെ ടീം ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ രത്ന ആണെങ്കിലും വിജയ കാർത്തിക് ആണെങ്കിലും അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ആണല്ലോ വർക്ക് ചെയ്തത്. സന്താനം ആണെങ്കിലും ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടെന്ന് സന്താനം ഭയങ്കര ഇങ്ങനെ കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പക്ഷെ അങ്ങനെയല്ലായിരുന്നു സെറ്റില്. വളരെ സീരിയസ് ആണ്, ഭയങ്കര കാര്യമായിട്ട് തന്നെ ഓരോ സീൻ നോക്കുകയും പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളിയും ഒരു ഭയങ്കര വെറൈറ്റി ഒരു റോളിലേക്ക് വന്നൊരു സിനിമയാണ്. അതെ, പുള്ളി ഹീറോ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അതിൽ കാണിച്ചത്. എന്റെ ആക്ച്വലി ഫസ്റ്റ് ഷോട്ട് ആ ഫിലിമിലെ ലാസ്റ്റ് ഷോട്ടാണ്. സന്താനം ഞാനും കൂടെ ഞങ്ങളൊരു ഗ്രേവ് യാർഡിൽ നിന്ന് ചെയ്യുന്ന സിനിമ. അപ്പം ഞാൻ ഷോട്ടിന് മുന്നേ ഞാൻ കണ്ടപ്പം ഹലോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു. ഷോട്ടിന്റെ ടൈമില് ഞാൻ എൻ്റെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്ന് മാത്രം ഇങ്ങനെ കണ്ണുനീര് വരും. ഞാനത് കണ്ടിട്ട് ഞെട്ടി. ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ കരയുന്ന ഒരു സാധനമായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ആളത്ര ഇമോഷണലി ഇൻവോൾവ് ആയിരുന്നു ഫിലിമിൽ. ഡയലോഗ് അങ്ങനെ അതെ അതെ, മൊഴി എന്ന് പറഞ്ഞിട്ട് അതാ ഐഡന്റിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട. അതെ അതെ. ഇതിനകത്ത് ഇതിന്റെ ഡയറക്ടർ രത്നകുമാർ, പുള്ളി ചെയ്ത പടങ്ങൾക്കെല്ലാം ഒരു അതിൽ അഭിനയിച്ച ആൾക്കാർക്കാണെങ്കിലും ആ ക്യാരക്ടേഴ്സിനാണെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുന്ന ഒരാളാണ്. രത്നയായിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? രത്നയായിട്ടുള്ള കൊളാബറേഷൻ ഭയങ്കരമായിട്ട്, അതായത് കോമൺ മാനെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി രത്നയ്ക്ക് നല്ല ധാരണയുണ്ട്. പുള്ളി ഞാൻ നോക്കുമ്പോഴും പുള്ളി എല്ലാവരോടും എപ്പോഴും സംസാരിക്കും, ആരോട് വന്നാലും ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പം പുള്ളി അതുകൊണ്ട് എപ്പോഴും ഫിലിംസിൽ ഇപ്പം എനിക്കൊന്നും മാസ്റ്റർ അതിലൊക്കെ ആണെങ്കിലും വളരെ കോമൺ മാന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും സാധനങ്ങളും യൂസ് ചെയ്യും. കൈദിയിൽ ഇപ്പൊ ബിരിയാണി അതൊക്കെ എപ്പോഴും ആൾക്കാർക്ക് മാസിന് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങൾ. അതെ 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 അതെ, എലമെന്റ്സ്
അപ്പൊ എപ്പോഴും ആൾക്കാർക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പുള്ളി രത്നായിട്ട് ഇനി ഒരു പടം വരാം. രത്നായിട്ട് ഇപ്പൊ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു വർഷമായിട്ട് അതിന്റെ വർക്കിംഗിലാണ്. ഇപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് നടക്കുകയാണ്. രത്നയുടെ സ്ക്രിപ്റ്റ് തന്നെ. ഡയറക്ഷൻ രത്ന ഡയറക്ടർ, റിട്ടൺ ബൈ ഓൾസോ രത്ന. ഓക്കെ. അപ്പൊ ഈ ഡിസീറയിലേക്ക് വരുമ്പോ രാഹുൽ സദാശിവൻ എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ പിച്ച് ചെയ്തത്, അല്ലെങ്കിൽ അതിനൊരു ബ്രീഫ് വന്നത് എങ്ങനെയാണ്? ബ്രീഫ് ഞാൻ രാഹുലിനെ ആക്ച്വലി ഭൂതകാലം തൊട്ട് ഫോളോ ചെയ്യുന്നു. അതായത് ഭൂതകാലം കണ്ടിട്ട് ഞാൻ അത്രയും എനിക്കറിയത്തില്ല, ഞാൻ കുറെ നാളെ ഞാൻ അത്രയും ഹോണ്ടിങ് ആയിട്ടും എൻ്റെ ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ തലേന്ന് അത് പോകുന്നില്ല, അങ്ങനത്തെ ഒരു പടം കുറച്ചായി കണ്ടിട്ട്. അപ്പൊ തൊട്ട് അപ്പൊ തന്നെ ഞാൻ രാഹുലിനെ ടെക്സ്റ്റ് ചെയ്തു, ഇങ്ങനെ ഗംഭീര പടമായിട്ടുണ്ട്, ഇങ്ങനെ എന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പുള്ളിക്ക് ഇല്ല ഞാൻ ചോദിച്ചില്ല. അതായത് എനിക്ക് ആ പടം കണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു സ്പേസിനെ എങ്ങനെ ക്രീപ്പി ആക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചല്ലോ. ഒരു വലിയ ഫാൻസി ആയിട്ടൊന്നുമില്ല. വീട്ടിലോട്ട് വരുന്നു, അവരെ ക്ലിനിക്കിൽ പോകുന്നു, തിരിച്ചു വീട്ടിൽ വരുന്നു. അപ്പൊ ഈ ആ വീട് കാണുമ്പോ തന്നെ ഓരോ ദിവസവും കഴിയുമ്പോ നമുക്ക് ആ ടെൻഷൻ അങ്ങ് കൂടി വരും. അതെ അതെ അതെ. അപ്പൊ നമുക്കും ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ പറ്റുമ്പോ അത് ക്രാഫ്റ്റ് അത്ര നല്ലതെന്നാണ്. അതെ, ഈ ക്യാരക്ടേഴ്സ് അധികം ഉണ്ടാവില്ല. അതെ അതെ. അപ്പോഴും ഈ റോള് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, ഞാനപ്പം അപ്പൊ തൊട്ട് ഇപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സും ടീമും കാണും, അവരോട് വർക്ക് ചെയ്യണം നമുക്ക് എപ്പോഴും ആഗ്രഹം കാണും. അങ്ങനെ ഒരാളാണ് രാഹുൽ സദാശിവൻ. അവരുടെ ടീം മൊത്തം, ഷെഫീഖ് ആണെങ്കിലും ഷൈനാദിക്ക ആണെങ്കിലും ഇവര് എപ്പോഴും ഉണ്ടല്ലോ. അപ്പം ഭൂതകാലം തൊട്ട് ഇവര് ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആൾക്കാരോട് വർക്ക് ചെയ്യണം നമുക്ക് എപ്പോഴും ആഗ്രഹം കാണും ആസ് എൻ ആർട്ടിസ്റ്റ്. എനിക്കുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം ഇറങ്ങി കഴിഞ്ഞപ്പോ അത് വേറെ തന്നെ ഒരു ലീഗിലോട്ടാണ് പോയത്. അപ്പം അപ്പൊ ബ്രഹ്മയുഗത്തിന്റെ എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കോളോ എന്തോ വന്നപ്പോഴും ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു എവിടെയെങ്കിലും കിട്ടുമോ. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഫീമെയിൽ ക്യാരക്ടറേ ഉള്ളൂ, അത് ഓൾറെഡി ഫിക്സ്ഡ് ആണെന്നുള്ളത് ഞാൻ അധികം ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലല്ലോ. അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം ഈ മാർച്ചിൽ എനിക്ക് പെട്ടെന്ന് രാഹുലിന്റെ കോള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതുപോലെ അടുത്തൊരു പടം വരുന്നുണ്ട്, അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അത് ചെറിയൊരു പോർഷനേ ഉള്ളൂ ചെയ്യാൻ, പക്ഷെ അത് വളരെ ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടറാണ്, അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിലെന്താണെങ്കിലും ഞാൻ ചെയ്തോളാം എന്നുള്ളതായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ബ്രീഫ് വന്നപ്പോഴത്തേക്കിനും ഇതാണ് സീൻ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്കത് എന്താ പറയാ ബോൾഡായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആയിരുന്നില്ല. അത് നമ്മൾ എങ്ങനെ ഓണസ്റ്റ് ആയിട്ട് നമുക്കത് കാണിക്കാൻ പറ്റും, അപ്പൊ ആ കെമിസ്ട്രി വർക്ക് ആവണം, കാണുന്നവർക്ക് വർക്ക് ആവണം, അതാണല്ലോ ആ സീനിന്റെ ഉദ്ദേശം. പിന്നെ ഈ പ്രണവന്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണ്. അപ്പൊ അങ്ങനെ ഒരു സീനിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഒരു അണ്ടർപ്ലേ ആയാലും ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, കമന്റുകൾ ഉണ്ടാവും. അപ്പൊ അത് ടെൻഷൻ ആയിരുന്നോ? ആ ഒരു പ്രത്യേകിച്ച് അറിയുകയും ചെയ്യാറില്ല ഒരു ഇൻട്രൊഡക്ഷൻ സീൻ. ഇൻട്രോ ഷോട്ടിന്റെ ഒരു തന്നെയായിരുന്നു. എനിക്ക് ടെൻഷൻ അല്ലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ അത് നല്ല എസ്തെറ്റിക്കലി നല്ല ഭംഗിയായിട്ട് വരണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഒരു ഇപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കുറെ നാളായിട്ട് ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ്, അവരുടെ ഒരു കെമിസ്ട്രി അല്ല അത്. ഇത് ഇവരൊരു ഫ്ലിങ് ആണ്. ഫ്ലിങ് ആകുമ്പോഴത്തേക്കിനും അതിലൊരു എക്സൈറ്റ്മെന്റും വൈൽഡ്നെസ്സും അങ്ങനെ വരുന്ന ഒരു സീനാണത്. അപ്പൊ അതിനെ എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്റെ മൈൻഡിലുള്ളത്. കമ്പോസ് ചെയ്തിരിക്കുന്നതും വളരെ അതെ അതെ അതെ, അത് കൊറിയോഗ്രാഫ്ഡ് ആണ്. ഇപ്പൊ നമ്മള് ഡാൻസ് സീൻ അല്ലെങ്കിൽ ഫൈറ്റ് സീൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലത്തെ പ്രിസിഷനിൽ കൊറിയോഗ്രാഫി ചെയ്ത്. അപ്പൊ ഈ ഒരു രാഹുൽ സദാശിവൻ മൂവിയുടെ സെറ്റ് എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു മൂഡ് എങ്ങനെയായിരിക്കും? മൂഡ് ക്രീപ്പിയാണ്. അങ്ങനല്ല, ടെക്നിക്കലി ഭയങ്കര. ഇപ്പൊ നമ്മുടെ ഷൂട്ട് നടന്ന വീടിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ ആ വീടിന് തന്നെ ഒരു സാധനമുണ്ട് ആ വീടിന്റെ അകത്ത്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പിന്നെ അവര് ഭയങ്കര വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാ. അങ്ങനെ വലിയ ബഹളം ഒച്ചപ്പാടൊന്നും വളരെ ചിട്ടയുണ്ട്, നല്ല ചിട്ടയുണ്ട് എല്ലാവർക്കും. അതിപ്പോ രാഹുലിനാണെങ്കിലും രാഹുലിന്റെ എഡീസിനാണെങ്കിലും ഷൈനാദിക്കാണെങ്കിലും എല്ലാവരും വളരെ ക്രാഫ്റ്റ് ഓറിയന്റഡ് ആണ്. അവരുടെ ക്രാഫ്റ്റ് നന്നായിട്ട് വരണം എന്നുള്ളതിനെ പറ്റി അവര് വളരെ കെയർഫുൾ ആണ്. അപ്പൊ അതിലോട്ട് മാത്രമേ ഉള്ളൂ ശ്രദ്ധ. അപ്പൊ വേറെ ഒന്നുമില്ല. അവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവരെങ്ങനെയാണോ ബാക്കിയുള്ള സെറ്റും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ
ഇതുവരെയുള്ള റോളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പേടി തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു അർബൻ വുമൺ ക്യാരക്ടർ സ്റ്റീരിയോ ടൈപ്പിലേക്ക് പെട്ടുപോകുന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ എപ്പോഴും ഗാനഗന്ധർവൻ ഇറങ്ങിയ സമയത്തൊക്കെ അങ്ങനെ എന്തൊക്കെയോ കമന്റുകൾ പറഞ്ഞിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് ആദ്യം ഇങ്ങനെ തോന്നുമായിരുന്നു, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു റൂറൽ ആയിട്ടുള്ള ക്യാരക്ടറും ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് അങ്ങനത്തെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം ഒരു ഇമോഷണൽ ലെയർ ഉള്ള ക്യാരക്ടേഴ്സ് തന്നെ ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം, വില്ലൻ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതൊക്കെ ശരിക്കും സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് നമ്മൾ മിറർ ചെയ്യുന്നത്. സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാരെ തന്നെ മിറർ ചെയ്യുന്നതാണ് ഫിലിമിലെ ക്യാരക്ടേഴ്സും. അതിന് ഗ്രേ ഷെയ്ഡ്സ് ഉള്ളവരുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ അത് ചെയ്യാൻ ഐ വാസ് ഓൾവേസ് ഹാപ്പി. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഈ റൂറൽ ക്യാരക്ടേഴ്സ് അത് ഇപ്പൊ നമ്മളോടൊരു ക്യാരക്ടർ വരുമ്പം ഡയറക്ടറിനും മൈൻഡിൽ കാണും എങ്ങനെ ഇരിക്കണം എന്ന്. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് തരുള്ളൂ. നമുക്ക് ഫോഴ്സ്ഫുള്ളി അത് ഇതാക്കാൻ പറ്റില്ല. അല്ല, അത്രയും കഥാപാത്രങ്ങൾ തേടി വരിക എന്നുള്ളത് അങ്ങനത്തെ കുറവാണ് വന്നിട്ടുള്ളത്. അതിലൂടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്? ഇത് പത്മകുമാർ സാറിന്റെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്, റോഷൻ മാത്യു ലീഡായിട്ട് വരുന്നു. ആളുടെ പേരായിട്ട് ആണ്. അതിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. പിന്നെ ഞാൻ ടിക്കി ടാക്കയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഭയങ്കര അതിൽ ഒത്തിരി പേരുണ്ട്. നല്ല വലിയൊരു ഫിലിമാണ്, വലിയൊരു കാസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമിന്റെ പാർട്ടാവാൻ പറ്റുകയെന്ന് പറഞ്ഞാല്. ഷൂട്ട് കഴിഞ്ഞോ? ഇല്ല, അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഫ് വേ ത്രൂ ആയിട്ട്. പോർഷൻ എന്റെ കഴിഞ്ഞു. അതിലും നമുക്ക് ഒരു വ്യത്യസ്തമായ അതില് വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. ആക്ഷൻ അല്ല, ഇമ്പാക്ട് ഉള്ള ഒരു കുറച്ച് സ്വാഗ് ഉള്ള ഒരു ക്യാരക്ടറാണ്. രോഹിത് എങ്ങനെ ഉണ്ടായിരുന്നു? രോഹിത്തുമായിട്ടുള്ള എനിക്ക് കള ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട് എനിക്കറിയാം രോഹിത്തുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പൊ രോഹിത്താണ് പറഞ്ഞത് ഇങ്ങനെ ഇതിലൊരു റോളുണ്ട്, പറ്റുമെന്ന് വെച്ചാൽ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. വേറെ ഞാൻ എന്റെ പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്യുന്നതിന്റെ കുറച്ച് പണിയുണ്ട്. അതെന്റെ കുറച്ചേറെ പണിയുണ്ട്. അപ്പൊ അത് തമിഴാണ് സബ്ജക്ട്, തമിഴ് ഫിലിമാണ്. രത്നയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ബാക്കി ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ തുടങ്ങാം എന്നുള്ള തീരുമാനം? അതിപ്പോ ഞാൻ ആക്ടറായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ ടെക്നിക്കലായിട്ടുള്ളവരോടൊക്കെ സംസാരിക്കുകയും അതിലെനിക്കൊരു താല്പര്യം വന്നിട്ടുണ്ട്. അപ്പം ടെക്നീഷ്യൻസ് ഒത്തിരി പേരുണ്ട്, നല്ല ഡയറക്ടേഴ്സ്, DOP, നല്ല സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ പലപ്പോഴും നമ്മൾ എന്തിനെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണം, ഒരു നമുക്ക് ഇഷ്ടമുള്ളതെന്നുള്ള നമുക്ക് സിങ്ക് ആയിട്ട് വരുന്ന, നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. അതെ. അപ്പം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരു അവസരം ഒരുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് വെച്ച് ഒരു ഫിലിം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. തമിഴിൽ മാത്രം ഒതുങ്ങാനാണോ അതോ മലയാളത്തിലും? ഇല്ല, തമിഴ് മലയാളം. ആദ്യം എനിക്കിപ്പോ തമിഴിലുള്ളവരുമായിട്ടാണ് ഒരു സിങ്കും ഉള്ളത്. പിന്നെ കൊളാബറേറ്റ് ചെയ്യാൻ ഉള്ള സ്പേസ് കിട്ടിയത് തമിഴിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ആദ്യം തന്നെ തമിഴ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.